everyone. I'm Lintu Susan from Math City International Academy. So in this video, we are going to discuss regarding tips for OET writing for beginners. So writing task അല്ലെങ്കിൽ OET writing കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നവർക്ക് എങ്ങനെ ഇത് സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാം എന്നുള്ള കുറച്ച് വീഡിയോസാണ്. വീട്ടിലൊക്കെ ഇരുന്ന് OET സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വി ക്യാൻ മൂവ് ഓൺ. ഫസ്റ്റ് തിങ് ഈസ് ഓൾവേസ് പ്രൂഫ് റീഡ് യുവർ ലെറ്റർ. നിങ്ങളുടെ ലെറ്റർ 40 മിനിറ്റ്സിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് പ്രൂഫ് റീഡ് ചെയ്യണം. സോ ഞാൻ സ്റ്റുഡൻസിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്, ഒരു 5 മിനിറ്റ്സ് പ്രയർ നിങ്ങൾ എഴുതി കഴിയണം. ഒരു 35 മിനിറ്റ്സിൽ നിങ്ങളുടെ റൈറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുക. അതിനുശേഷം പിന്നീടുള്ള 5 മിനിറ്റ്സ് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് എടുക്കുക. പ്രൂഫ് റീഡ് ചെയ്യാതെ ലെറ്റർ സബ്മിറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന മൈനർ സ്പെല്ലിംഗ് എറേഴ്സോ ഗ്രാമാറ്റിക്കൽ എററോ അതുപോലെ പങ്ക്ച്വേഷൻസോ ഒക്കെ ആയിരിക്കാം. അത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു സേഫ് സോണിലെത്തും അല്ലേ. പ്രൂഫ് റീഡ് ചെയ്യാതെ ലെറ്റേഴ്സ് സബ്മിറ്റ് ചെയ്താൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സ്കോറിനെ അൾട്ടിമേറ്റ്ലി എഫക്റ്റ് ചെയ്യാം. സോ ഓൾവേസ് പ്രൂഫ് റീഡ് യുവർ ലെറ്റർ. സോ 35 മിനിറ്റ്സിൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക, 5 മിനിറ്റ്സ് പ്രൂഫ് റീഡ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. സോ എഫക്റ്റീവ് ആയിട്ടൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മറ്റൊരാളുടെ സാമ്പിൾ ലെറ്റർ അല്ലെങ്കിൽ എക്സലൻ്റ് എന്ന് തോന്നുന്ന ഒരു ലെറ്റർ വായിച്ചു നോക്കുന്ന വഴി അവരെങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ടും അത് മനസ്സിലാക്കാനായിട്ടുമുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുക. സോ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന സിറ്റുവേഷൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ ആരെങ്കിലും ഉള്ള കറക്റ്റഡ് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ലെറ്റേഴ്സിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, അത് വായിക്കുക. സോ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സാമ്പിൾ ലെറ്റർ, കറക്റ്റഡ് സാമ്പിൾ ലെറ്റർ വായിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിയ ലെറ്റേഴ്സ് ഒന്ന് വായിക്കുന്നത്. ഇനി ആ കറക്ഷൻസ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനും അതിൽ നിങ്ങൾക്ക് കിട്ടിയ കറക്ഷൻ ഒന്നുകൂടി ഒന്ന് നോക്കാനും ഇനി എഴുതുന്ന ലെറ്ററിൽ ഇങ്ങനെയുള്ള ഈ സെയിം കറക്ഷൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുത്താതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രീവിയസ് കറക്ഷൻസെ ഡെഫിനറ്റ്ലി ഒന്നുകൂടെ ഒന്ന് നോക്കുക. സോ അത് നോക്കുന്ന വഴി നിങ്ങൾക്ക് ഇനിയും ആ എറർ വരുത്താതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എസ്പെഷ്യലി നിങ്ങൾ എക്സാം ഡേയ്സിനോട് അടുക്കുന്ന സമയത്ത് അതുവരെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിഗിനേഴ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കറക്ഷൻസ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ സോ അങ്ങനെയുള്ള ഇറേഴ്സ് ഒരു പക്ഷേ നിങ്ങളത് മൈന്യൂട്ട് ഇറേഴ്സ് ആയിരിക്കും, അത് വരുത്താതെ നിങ്ങൾ ലെറ്റർ അതിൻ്റെ ഒരു പെർഫെക്റ്റ് വേയിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ സെലക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ, അതിനൊരു ടിപ്പാണ് ഡേറ്റ സെലക്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുമൊത്ത് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയായിരിക്കും ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ ഹെൽത്ത് പ്രൊഫഷണൽക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഡേറ്റ സെലക്ഷൻ. സോ അതെങ്ങനെ പോസിബിൾ ആക്കാം എന്നുള്ളത് നിങ്ങളൊരു ഡിസ്കഷൻ നിങ്ങളുടെ ഫ്രണ്ട്സും ഒപ്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ് നോട്ട്സ് എടുക്കുക, അതിലെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പേഴ്സണൽസിന് അത് എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കുക. That will improve your data selection. നിങ്ങൾക്കറിയാം റെലവൻറ്റ് ഡേറ്റയും സെമി റെലവൻറ്റ് ഡേറ്റയും മാത്രമേ നമ്മൾ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. വേറസ് ഇറെലവൻറ്റ് ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുവാണ്. സോ ഈ ഡേറ്റ സെലക്ഷൻ റീഡർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളായിരിക്കത്തില്ല ഒരു കണ്ടിന്യൂഡ് കെയറിന് വേണ്ടി നേഴ്സിന് എഴുതേണ്ടത്, ശരിയല്ലേ? ഒരു ഡോക്ടറിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ ഡിഫറെൻ്റ് ആണ്, വേറസ് ഒരു നേഴ്സിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഹെൽത്ത് പ്രൊഫഷണലിനും സെലക്ട് ചെയ്യുന്ന ഡേറ്റ ഡിഫറെൻ്റ് ആണ്. സോ അത് നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വീടുകളിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിലോ ഇരുന്ന് OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. സോ ഈ റൈറ്റിംഗ് ടൈം 5 മിനിറ്റ്സ് റീഡിംഗ് ഉണ്ട്,
അതിനുശേഷം 40 minutes റൈറ്റിംഗ് ടൈം ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 35 minutes റൈറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുക, 5 minutes പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. സോ ഈ ടൈമിങ് ഇതേപോലെ തന്നെ നിങ്ങൾ വീടുകളിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അല്ല എങ്കിൽ റിയൽ സെറ്റിങ്ങിൽ നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നവർക്ക് ഇത് അത്രയും ഇഷ്യൂ വരത്തില്ല, കാരണം അവരുടെ ടൈം അവർ സെറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ OET തന്നെ പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് റൈറ്റിങ്ങിൽ മാത്രമല്ല, നിങ്ങൾ ഏത് മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. OET റൈറ്റിങ്ങിന് വേണ്ടി ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലെറ്റേഴ്സ് OET പ്രൊഫഷണലിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ട്രെയിനേഴ്സ് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടൊരാൾ വേണം OET ലെറ്റേഴ്സ് കറക്റ്റ് ചെയ്യാൻ. പലരും പല രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കറക്ഷൻസ് നിങ്ങളുടെ റൈറ്റിംഗ് ഇംപ്രൂവ് ആവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ലെറ്റേഴ്സ് ഇഫക്റ്റീവായി തന്നെ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ ഉറപ്പാക്കുക. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതുപോലെ തന്നെ റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിങ്, സ്പീക്കിംഗ് ഇതെല്ലാം ഒരു സ്കില്ലാണല്ലേ. അതുപോലെ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട, റൈറ്റിംഗ് ഈസ് ഓൾസോ എ സ്കിൽ. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഈ സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. സോ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ എൻഡ് റിസൾട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് ഇത് ശരിയാക്കണം, ഇത് കറക്റ്റഡ് ആക്കണം, ഇന്ന് ഞാൻ പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇന്ന് മാത്രം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആ റിസൾട്ട്, നിങ്ങളുടെ ഡ്രീം റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്ഡ് ആവുന്ന സ്കില്ലല്ല. സോ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങളുടെ സ്കില്ലിനെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ കണ്ടിന്യൂസ് ആയിട്ട് OET റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കുക, കറക്റ്റ് ചെയ്ത് കിട്ടുന്ന ലെറ്റേഴ്സ് നോക്കുക, അതിൽ നിന്നും വീണ്ടും ഇറേഴ്സ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സോ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. റൈറ്റിംഗ് മെറ്റീരിയൽസും വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പല തരത്തിലുള്ള കേസ് നോട്ട്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പല ആൾക്കാർ പല ഹെൽത്ത് പ്രൊഫഷണൽസിന് എഴുതാനായിട്ട് കാണും. അപ്പം നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിന് മാത്രം എഴുതി പഠിച്ചാൽ നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ലെറ്റർ. സോ പല തരത്തിലുള്ള കേസ് നോട്ട്സ് നോക്കുക, പല തരത്തിലുള്ള ആൾക്കാർക്ക് എഴുതുന്ന കേസ് നോട്ട് നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ റൈറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ തിങ് ഈസ്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് മോശമാണെങ്കിൽ അതിലേക്ക് ഒന്ന് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾ റൈറ്റിംഗ് ലെജിബിൾ അല്ലെങ്കിൽ അത് റീഡർക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് അതിന് കിട്ടുന്നത്. സോ നിങ്ങൾ എഴുതുന്നത് ലെജിബിൾ ആകുക. സോ പലരും ചോദിക്കും കഴ്സീവ് റൈറ്റിംഗ് എഴുതാമോ, അല്ലെങ്കിൽ ഞാൻ ഓരോ ലെറ്റർ ബൈ ലെറ്റർ എഴുതണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ റീഡർക്ക് വായിക്കാൻ പറ്റിയാൽ മതി. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. സോ നിങ്ങൾ എഴുതുമ്പം ലെജിബിൾ ആയിട്ട് എഴുതാൻ നോക്കണം. ഹാൻഡ് റൈറ്റിങ്ങിൽ മോഡിഫൈ ചെയ്യാനായിട്ടുള്ളവർ ദയവേത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എഴുതുന്നുണ്ട്, നിങ്ങളുടെ ഐഡിയാസ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ റീഡറിന് അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ എഴുതിയത് കൊണ്ട് അർത്ഥമില്ല അല്ലേ. സോ യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിങ്ങും കൂടെ ശ്രദ്ധിച്ച് ടൈം കുറച്ചുകൂടെ കൊടുക്കേണ്ടവരാണെങ്കിൽ അതിന് ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ചും കൂടെ എഴുതുക. സോ ദാറ്റ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളുടെ OET റൈറ്റിംഗ് സ്പെഷ്യലി ബിഗിനേഴ്സിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് OET റൈറ്റിംഗ് ഒരു സ്കില്ലാണ്. കീപ്പ് ഓൺ പ്രാക്ടീസിങ്. സോ നിങ്ങൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നിടം വരെ പ്രാക്ടീസ് ചെയ്യുക. സോ ഗുഡ് ലക്ക്. താങ്ക് യു.